തൃശൂർ ചെറുതുരുത്തിക്ക് പിന്നാലെ മറ്റിടങ്ങളിലും പോലീസിന്റെ വൻ ലഹരിവേട്ട. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തും തൃശൂർ കൊണ്ടാഴിയിലും നടത്തിയ പരിശോധനകളിൽ അരക്കോടിയിലധികം രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ജില്ലകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യുന്ന റാക്കറ്റിലെ പ്രധാന കണ്ണികൾ അറസ്റ്റിലായി. ഇന്നലെ ചെറുതുരുത്തിയിൽ നിന്നും പിടിച്ച പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മൊഴിയാണ് പോലീസിനെ വൻ ലഹരി മരുന്ന് വേട്ടയിലേക്ക് എത്തിച്ചത്. ബാംഗ്ലൂരിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത് എന്നായിരുന്നു ഉണ്ണികൃഷ്ണന്റെ മൊഴി. പക്ഷേ ബാംഗ്ലൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്താൻ ഷൊർണൂരിലേക്ക് എന്തിനു വന്നു എന്ന സംശയമാണ് പോലീസിനെ ഒറ്റപ്പാലത്തെയും കൊണ്ടാഴിയിലെയും ലഹരിമരുന്ന് ഗോഡൌണിലേക്ക് എത്തിച്ചത്. ഷൊർണൂർ റൂട്ടിലെ ചെറുതുരുത്തി പാലത്തിന് സമീപത്തു നിന്നുമാണ് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പിടിയിലാവുന്നത്. പിന്നാലെ കൊണ്ടാഴി മായന്നൂർ അനൂപിന്റെ വീട്ടിൽ നിന്നും 12 ചാക്കുകളിലായ 9,000-ഓളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെത്തി. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലും കാറിലുമായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ. ഒറ്റപ്പാലത്ത് റഷീദ് എന്നയാൾ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്താനായിട്ടില്ല. 1,00,000-ലധികം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അനൂപിനെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും റഷീദിനെ പിടികൂടാനായിട്ടില്ല. ചെറുതുരുത്തി സ്റ്റേഷൻ ഓഫീസർ ബേബി വർഗീസാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ജനം, തൃശൂർ.